ഇന്ന് നമ്മളുള്ളത് നല്ല ഇനം തീ തുപ്പുന്ന വിധത്തിൽ റൈറ്റുള്ള ഡ്രാഗൺ മാർട്ടിലാണ്. എനിക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് ചേച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടും ചേച്ചി എന്റെ കൈ മസാജ് ചെയ്തുകൊണ്ടേയിരുന്നു. ചെയ്ത് എന്റെ ശരിക്കുമുള്ള കളർ വന്നപ്പോഴേക്കും ഞാൻ ഇക്കാനെ വിളിച്ചു നിർത്തി കാണിച്ചു കൊടുത്തു. ഇനി എങ്ങാനും ഞാൻ വെളുത്ത് പാറിപ്പോയാലും ഹായ് മുടുക്കനായി. ഇനിയിപ്പോ ഇട്ട പെയിന്റ് ഒക്കെ ചേച്ചി എന്നെ തുടച്ചു നിൽക്കുക. അപ്പോഴേക്ക് ഇവാന് കരഞ്ഞു. ആദ്യമേ കരഞ്ഞാൽ മതിയിരുന്നു, ഇത്ര നേരം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നേരെ വെച്ച് പിടിച്ചു. മാളിന്റെ ഒരു വശത്ത് ഫ്രീ ആയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ അറബിക് സ്വീറ്റ്സ് കൊടുത്തിരുന്നു. കഴിച്ച് കുട്ടിശങ്കറിന് അങ്ങ് ഇഷ്ടമായി. വെറും 3 പാക്കറ്റ് വാങ്ങിച്ചു. ഈ അറബിക് സ്വീറ്റ്സിന്റെ ലുക്ക് കാണുമ്പോൾ കിളി കൂട്ടിൽ മുട്ടയിട്ട് വെച്ചിരിക്കുന്ന നട്ട്സ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അപാര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റേറ്റിന് ഇത് വാങ്ങിച്ചത്. ഒരു ഷോയ്ക്ക് വേണ്ടി തീ തുപ്പുന്ന മാളെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ആരെങ്കിലും തീയിട്ട് കൂടിനുള്ളിൽ കൊണ്ടുവച്ചിരിക്കുകയാണോ എന്നറിയാൻ അടുത്ത് പോയി നോക്കിയപ്പോ ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനുള്ള ലൈറ്റ് ആയിരുന്നു. ഇവിടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നാക്ക് വായിലിട്ടതും ദേ നിൽക്കുന്നു ഐസ്ക്രീം. പൊളിച്ചു. ഈ ഒരു ഐസ്ക്രീം കിട്ടാൻ കുറെ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് ഏസന ബാബി മെല്ലെ സമാധാനിപ്പിച്ചു കൊണ്ടുപോയി. സെയിൽ ചെയ്യാൻ നിൽക്കുന്നവർ ഇതിന്റെ മാസ്റ്റർ ഡിഗ്രി കോഴ്സ് വരെ എടുത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇവിടെ ലാസ്റ്റ് നമ്പറായ അടികപ്പിയാരെ കൂട്ടമണി